ഗർഭകാലത്ത് വൈറൽ രോഗമായ റുബെല്ല ബാധിച്ചാൽ കുട്ടികൾക്ക് കണ്ടിജന്റൽ റുബെല്ല സിൻഡ്രോം ബാധിക്കുമെന്ന് കാണിച്ചാണ് സർക്കാർ 8-9 ക്ലാസുകളിലെ പെൺകുട്ടികൾക്ക് റുബെല്ല വാക്സിനേഷൻ നൽകാൻ ഉത്തരവിറക്കിയത്. കുട്ടിക്കാലത്തോ മുതിർന്ന ശേഷമോ അപൂർവമായി മാത്രം കണ്ടുവരുന്ന രോഗമാണ് റുബെല്ല. ജീവിതത്തിൽ ഒരിക്കൽ റുബെല്ല ബാധിച്ചാൽ ശരീരം സ്വാഭാവിക പ്രതിരോധശേഷി ആർജിക്കും. ഗർഭിണികൾക്ക് റുബെല്ല ബാധിച്ച കേസുകൾ സംസ്ഥാനത്ത് അടുത്ത കാലങ്ങളിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ആവശ്യമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണിത്. വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ മെഡിസിൻ ഇപ്പോൾ പെൺകുട്ടികളുടെ ശരീരത്തിലേക്ക് ഇതിനെ ഉപയോഗിക്കുന്നത്. ഇത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. മാത്രമല്ല, പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ പ്രത്യുൽപാദന അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റവുമാണ്. സ്കൂൾ കുട്ടികളിൽ വ്യാപകമായി വാക്സിനേഷൻ നടത്തുമ്പോൾ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ഇതെല്ലാം മറച്ചുവെച്ചാണ് സർക്കാർ റുബെല്ല ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന രക്തകോശങ്ങൾ നശിച്ചു പോകുന്ന രോഗം സംഭവിച്ചേക്കാം, അപകടം സംഭവിച്ചേക്കാമെന്ന് ഈ മരുന്നിൻ്റെ ലഘുലേഖകൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ തുടർച്ചയായ സന്ധിവേദനയും സന്ധിവീക്കവും, മാത്രമല്ല സ്കൂളുകളിലൊക്കെ ഈ മരുന്ന് വ്യാപകമായി കൊടുക്കുമ്പോൾ അമിത പ്രതികരണമുള്ള കുട്ടികളിൽ മരണം വരെ സംഭവിച്ചേക്കാം. വിവാഹത്തെക്കുറിച്ചോ അമ്മയാകുന്നതിനെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത പ്രായത്തിൽ റുബെല്ല വാക്സിൻ കുട്ടികളുടെ മേൽ പ്രയോഗിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. ഇതിനെതിരെ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ. മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.